ഇനി ഇതെല്ലാം പോട്ടെ. ഈ 3 ദിവസം മുന്നേ 3 പേര് രാത്രി വന്ന് ഇവിടെ ഇരുന്നു. പലരും വരുന്നു പോകുന്നു. ഞങ്ങൾ ആദ്യമേ റിവൈവൽ ബ്രേക്ക് ഔട്ട് എടുത്ത ഒരു തീരുമാനമാണ്, ആരുടെയും നമ്പർ കളക്ട് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ആരുടെയും പേരറിയണ്ട, ആരെയും ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, ഓഫറിങ് എടുക്കത്തില്ല. അങ്ങനെ കുറേ തീരുമാനങ്ങൾ ആദ്യമേ പരിശുദ്ധാത്മാവ് നൽകിയ അനുസരിച്ച് എടുത്തു. അതുകൊണ്ട് എനിക്കും അറിയത്തില്ല അവരാരായിരുന്നു. ഞാൻ രാത്രി 1:30 ഇവിടുന്ന് പോയപ്പോൾ അവർ പുറത്തോട്ടിരിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ പ്രോഫറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോഫറ്റ്സ് അതിലൊരാൾ സിംഗപ്പൂരിൽ നിന്നും, ഒരാൾ പക്ഷേ പോൾ തൊങ്കയുടെ ചർച്ചിലെ ഒരു പാസ്റ്ററും, മറ്റേ അദ്ദേഹത്തെ ഞാൻ മറന്നുപോയി, ഹൈദരാബാദിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഹൂ ഇസ് ദിസ് അപ്പോസ്റ്റൽ റെയ്സൺ തോമസ്? ഞങ്ങളോട് ചോദിക്കുക, മലയാളികളെല്ലാവരും. അവർ പറയുകയാണ്, ഹി ക്യാരീസ് എ ഫയർ ആൻഡ് എ വിൻഡ് ഓഫ് റിവൈവൽ. ഇത് ഇന്നലെ ടിജോ പാസ്റ്റർ അത് പറയുമ്പോഴും അടുത്ത ദേവദാസൻ പറയുമ്പോഴും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ 3 ഈ അബ്രഹാമിന്റെ കാലത്തൊക്കെ ദൂതന്മാർ വന്ന പോലെ 3 മനുഷ്യരോട് വന്നിരുന്നത്. ടെൽ ഹിം ഡോണ്ട് സ്റ്റോപ്പ് ദ റിവൈവൽ വിത്ത് ബാംഗ്ലൂർ, ഹി വിൽ ടേക്ക് ദ റിവൈവൽ ടു ഡൽഹി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്തിനാ വന്നെന്നറിയാമോ? ഞങ്ങൾ ഈ ആത്മാവിന്റെ ഈ സ്പിരിച്വൽ റെലം എന്ന് തിരിച്ചറിയാൻ വന്നത്. ഇതൊരു ഡിസപ്ഷൻ റിവൈവൽ ആണോ? അവർ പറയും എന്നോട്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരു പരീക്ഷയ്ക്ക് ഇരുത്തിയതുപോലെ തോന്നി. ഒരുമാതിരി മറ്റേ ഈ IAS പരീക്ഷയ്ക്ക് ഇങ്ങനെ 3-4 പേരും ചോദ്യം ചോദിക്കുന്ന പോലെ എന്നെ അവർ പുറത്ത് പിടിച്ചു നിർത്തി വെച്ചു. അപ്പോൾ അവർ പറയുക, ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്, പലരും പറയുന്നു ഇതൊരു ഡിസപ്റ്റീവ് ആണ്, ഞങ്ങൾക്ക് അതറിയാം, പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇതൊരു റിവൈവലാണ്. പോൾ തൊങ്കയുടെ ചർച്ചിൽ നിന്നും വന്ന ആ പ്രോഫറ്റ് പോൾ തൊങ്കയുടെ ബ്രദറിലോ ആയിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത്, ഇതൊരു ചുമ്മാതെ ഈ എന്താ പറയുക, നമുക്കൊരു തട്ടിക്കൂട്ട് പോലെ തോന്നുന്നതല്ല. ഇത് ഭയങ്കര ഗോഡ് ഓർഡൈൻഡ് ആണ്, ഗോഡ് ഓർഡൈൻഡ്. അദ്ദേഹം അങ്ങ് പ്രവചിക്കുവാണ് ഈ റിവൈവലിനെ കുറിച്ച്. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് മുഴുവൻ ഈ സ്ഥലത്ത് ബാംഗ്ലൂരിൽ പിടിച്ചെടുത്തിട്ട് പോയി. ബാംഗ്ലൂരിൽ എല്ലാ ചർച്ചും ഈ സൺഡേ തീയെത്തും. കാരണം ഓൾറെഡി ഒരു പോൾ തൊങ്കയുടെ ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ ഒരു ചർച്ച, ഇറ്റ്സ് ആൻ അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ബാംഗ്ലൂരിലെ ഒരു അപ്പോസ്റ്റൽ, എന്നെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്ററാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്റർ പ്രോഫറ്റ് വന്ന്, അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, കാരണം എന്നെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ കീബോർഡ് വെച്ചാൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇതിനെ ക്യാരി ചെയ്ത് ബാംഗ്ലൂരിൽ എല്ലായിടത്തും കൊണ്ടുപോകും. സിംഗപ്പൂർ ദേവദാസൻ പറഞ്ഞു, we could smell the fragrance of revival here. ലൈവിന്റെ വോളിയം ശ്രദ്ധിച്ചോ, കീബോർഡ് വോളിയം കൂടുതലാണെന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയങ്കര ട്രൂ ആയിട്ട് മൂവ് ചെയ്യുന്നത്, ഭയങ്കര ട്രൂ ആയിട്ട്. ഇന്നലെ ആ സംഭവം പറഞ്ഞത് ഞങ്ങളെ അങ്ങ് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്. പണ്ട് ഇതുപോലൊരു കാര്യം സംഭവിച്ചപ്പോൾ എൻ്റെ ഫാദറിന് തന്നെ തോന്നി എനിക്കെന്തോ കുഴപ്പമുണ്ട്. പിന്നെയാണ് നിങ്ങളുടെ കാര്യം. പണ്ട് ഞാനും ഫിന്നി പാസ്റ്റോടെ എപ്പോഴും കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടും തന്നെ പിടിക്കപ്പെടുന്നതെന്നുള്ളത്. ഞങ്ങൾ തമ്മിൽ ഇതുപോലൊരു അലയൻസ് തമ്മിൽ സംസാരിച്ച് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും ഉള്ളിൽ തോന്നി. ആദ്യം ഫിന്നി പാസ് പറഞ്ഞു, അത് അനീഷ് പാസിനെ ജഡത്തിൽ തോന്നിയാന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ പാസ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ബോയെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ നീ ഇന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തോന്നുവാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പാസ്. ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല, പിന്നെയാണ് എനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ നിരസിച്ചു. ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഡെഡിക്കേഷൻ്റെ ഇടയിൽ സാമച്ചൻ പാസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷിച്ച് വരിക. സാമച്ചൻ പാസ്റ്റർ ചോദിച്ചു, ജെയിംസ് എന്നാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ്റെ പേരാ ജെയിംസ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയുകയാണ്, നീയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാഹങ്ങൾ ഉറയ്ക്കാൻ പോകുന്നു. ആ പയ്യൻ്റെ അപ്പൻ്റെ പേര് ഒറ്റയടിക്കും. മലയാളിയോ ഈ പെൺകുട്ടി കന്നഡയോ? ആ പയ്യനാ ഷാൻ മാത്യു ഷാലു ഇവിടെ ഇരുന്ന്. കമോൺ. അതും ഞങ്ങൾ ആരോടും പറയാതെ ഹൃദയത്തിൽ വെച്ചതിന് ദൈവം വെളിപ്പെടുത്തിയതാണ്. അന്ന് ഞങ്ങൾ ഇതുപോലെ എക്സൈറ്റഡ് ആയി. കാരണം യഹോവ ഭക്തന്മാർ സംസാരിക്കും, ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുക. ചെറിയ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? ഷാനിനെ പോലുള്ളവരൊക്കെ കല്യാണം കഴിപ്പിച്ച പിന്നെ അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ മേലായി. പാസ്റ്ററെ അവൾ കുക്ക് ചെയ്തില്ല, പാസ്റ്റർ ഒന്ന് പറ, എല്ലാത്തിനും ഇടപെടേണ്ടി വരുക. അവളോട് ചോദിച്ചു, അച്ചാച്ചൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം അങ്ങനെയാണ്, ദൈവരാജ്യം അങ്ങനെയാണ്. ഞാനൊന്ന് ചിന്തിക്കുവാൻ, നമ്മുടെ ഈ റിവൈവൽ ഏറ്റവും അനുഗ്രഹമായി ഷാൻ ഇവിടെ വന്നിരിക്കുന്നു. വർഷിപ്പിന് വർഷിപ്പ്, പ്രസംഗത്തിന് പ്രസംഗം, പാട്ടിന് പാട്ട്. എവിടെ ഗ്യാപ്പുണ്ട് ഷാനെ കയറ്റി നിർത്തിയ റിവൈവൽ ഓടിക്കുള്ളൂ. ആ കല്യാണത്തിനകത്ത് ഇൻവോൾവ് ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. ഇന്നലെ പറഞ്ഞു, എനിക്ക് ക്ഷീണോ പോകണം, ഞാൻ ദൂരം അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഫിന്നിപ്പാസ് എടുത്തു പോയി. ഫിന്നിപ്പാസ് എടുത്ത് പോവേ വേണ്ടാന്ന്. അപ്പം ഞങ്ങൾ ആ വെഡിങ്ങിനകത്ത് ഇൻവോൾവ് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ ആത്മീക സ്വാതന്ത്ര്യം ഈ പിള്ളേരുടെ അടുത്ത് കിട്ടത്തില്ലായിരുന്നു.
ഇതെല്ലാം ദൈവം കാണുകയാണ്. സോ പ്രൊഫറ്റിക് റിലം ഇസ് വെരി ട്രൂ. കേരള ചർച്ച് ഓണർ ചെയ്യേണ്ട 2 മേഖലയാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം സാധനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ നാട്ടിൽ വെറുതെ ദൂത് പറയുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ ദൂത് കേൾക്കാൻ പോയിരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് ടിജോ പാസ്റ്ററുമായിട്ടും സാമച്ചൻ പാസ്റ്ററുമായിട്ട്. ഇന്ന് രാവിലെ സാമച്ചൻ പാസ്റ്ററിനെ വിളിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വിളിച്ചു. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഫോൺ വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, പാസ്റ്റർ എന്തെങ്കിലും ഒരു ദൂത് എന്നോട് പറയാൻ. നമ്മളെ ദൈവമാക്കിയിരിക്കും ദൈവത്തിൽ നിന്ന് കേൾക്കാനാണ്. ദൈവത്തിൽ നിന്ന് കേട്ടതിനെ കൺഫേം ചെയ്യാൻ ദൈവം പാസ്റ്റേഴ്സിനെ, പ്രോഫറ്റ്സിനെ ഉപയോഗിക്കും. നമ്മളോട് പറയാനുണ്ടെങ്കിൽ ടിജോ പാസ്റ്റർ നമ്മളെ വിളിക്കും, സാമച്ചൻ പാസ്റ്റർ നമ്മളെ വിളിക്കും. ഈ 2 മേഖല കേരള ചർച്ച ഓണർ ചെയ്യാൻ പറ്റുമോ? ഇനിയെങ്കിലും ഓണർ ചെയ്യാൻ പറ്റൂ, സംശയിക്കാതെ ഓണർ ചെയ്യാൻ പറ്റൂ. ഏഞ്ചലിക് മിനിസ്ട്രി ഓണർ ചെയ്യാമോ? പ്രൊഫറ്റിക് മിനിസ്ട്രി ഓണർ ചെയ്യാമോ? ഇവരെയൊക്കെ ഓർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എനിക്ക് സങ്കടം, നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ ഇവരെ ഓണർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് അവരെ ഓണർ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മാറട്ടെ. ഈ റിവൈവലോടുകൂടി ഈ സിസ്റ്റം ഇന്ത്യയിൽ മാറട്ടെ, പ്രത്യേകിച്ച് കേരളത്തിൽ മാറട്ടെ. ദൈവത്തിൻ്റെ ദാസന്മാരെ ഓണർ ചെയ്യുന്ന ഒരു തലമുറയായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. നമ്മളെല്ലാവരും ബലഹീനരാ.